ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 18-ാം അധ്യായം 22-ാം വാക്യം. ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. നിത്യജീവൻ അവകാശമാക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഒരു വ്യക്തി ഈശോയുടെ സന്നിധിയിലേക്ക് വരികയാണ്. അവൻ ആഗ്രഹം പറഞ്ഞപ്പോൾ ഈശോ ഏറ്റവും ആദ്യം കൽപ്പനകൾ പാലിക്കണം. അവൻ ഉടനെ സന്തോഷത്തോടുകൂടി മറുപടി കൊടുക്കുന്നുണ്ട്. എന്താണത്? കുഞ്ഞു നാൾ മുതൽ ഞാൻ ഈ കൽപ്പനയെല്ലാം പാലിക്കുന്നുണ്ട്. വളരെ സന്തോഷത്തോടുകൂടി മറുപടി. പക്ഷേ ഈശോ രണ്ടാമതൊരു കാര്യമാണ്, ഓക്കെ ഇതൊക്കെ നീ പാലിക്കുന്നുണ്ട്, പക്ഷേ നിനക്കൊരു കുറവുണ്ട്. എന്താണ്? നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. ഇത് കേട്ടപ്പോൾ അവന് വിഷമമായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, സമ്പത്ത് ദൈവരാജ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നു. എന്തുകൊണ്ടാണ് സമ്പത്ത് ദൈവരാജ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നത്? ഈശോ എന്താ ധനികനോട് പറഞ്ഞത്? നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കണം. പങ്കുവയ്ക്കാത്ത സമ്പത്താണ് നിത്യജീവൻ അല്ലെങ്കിൽ സ്വർഗരാജ്യം നേടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. പലപ്പോഴും ഈ സമ്പത്ത് നേടണം എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ തോന്നിയാൽ ഇതിങ്ങനെ കുന്നുകൂട്ടി വയ്ക്കും, ആരെയും സഹായിക്കത്തില്ല കേട്ടോ. എത്ര കിട്ടിയാലും എനിക്ക് പോരാ, വീണ്ടും വീണ്ടും നേടണം. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പരാജയം. അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത്, മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് നീ തയ്യാറാകുന്നില്ല എങ്കിൽ നിന്റെ സമ്പത്ത് നിത്യജീവന് തടസ്സമായിട്ട് നിൽക്കും. എല്ലാ സമ്പത്തും അല്ല കേട്ടോ, നമുക്ക് സമ്പത്ത് നേടാൻ പറ്റും. ജീവിതത്തിന് ആവശ്യമുള്ളതൊക്കെ നേടണം. സമ്പന്നന്മാരെല്ലാവരും ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും എന്നല്ല വചനം പറയുന്നത്. മറിച്ച് നീ അത് പങ്കുവെക്കുന്നില്ല എങ്കിൽ ഇതിനോടുള്ള ആർത്തി അല്ലേ, ആർത്തിയോടുകൂടി ഇത് നേടാനായിട്ട് എവിടെ ചെന്നാലും എനിക്ക് ലാഭം ഉണ്ടാവണം, എനിക്ക് പൈസ കിട്ടണം, എനിക്ക് സമ്പത്ത് കുന്നുകൂട്ടി വെക്കണം, ആരെയും സഹായിക്കത്തില്ല. എത്ര വേദനിച്ചൊരുവൻ നമ്മുടെ മുമ്പിൽ വന്നാലും അവനെ കാണാതെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് ഓർത്തോണം, നമ്മൾ നിത്യജീവിതത്തിൽ നിന്ന് മാറിപ്പോവുകയാണ് എന്നുള്ളത്. എനിക്കൊരിക്കലും ദൈവസന്നിധിയിൽ അവൻ്റെ ഒപ്പം ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് തിരിച്ചറിയാനായിട്ട് പറ്റണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഈ സമ്പത്ത് ദൈവരാജ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ട്. മറ്റുള്ളവർക്ക് പങ്കുവെക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. ഒരാൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് പറ്റാതെ വേദനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. വേദനിച്ച് ഉള്ളിൽ ദേഷ്യത്തോടുകൂടി കൊടുത്തിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല കേട്ടോ. കൊടുക്കുമ്പോൾ ഉള്ളു നിറഞ്ഞു കൊടുക്കണം, സന്തോഷത്തോടു. തമ്പുരാന് കൊടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് ദാനധർമ്മം ചെയ്യുമ്പോഴും സന്തോഷത്തോടുകൂടി ചെയ്താൽ അതിൻ്റെ 100 ഇരട്ടിയായിട്ട് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ പ്രദാനം ചെയ്യും. നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ്. മറ്റുള്ളവർക്ക് പങ്കുവെച്ചു എന്നതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഒരു കുറവും എൻ്റെ ദൈവം വരും. പക്ഷെ ഉള്ളു നിറഞ്ഞ് സന്തോഷത്തോടുകൂടി കൊടുക്കുമ്പോഴാണ് കേട്ടോ. ഉള്ളിൽ വിദ്വേഷത്തോടുകൂടി പകയോടുകൂടി അച്ഛൻ ചോദിച്ചതാണല്ലോ, അച്ഛൻ പറഞ്ഞതാണല്ലോ, എന്നാൽ പിന്നെ കൊടുത്തേക്കാമെന്ന് വിചാരിച്ചാൽ പ്രയോജനമൊന്നുമില്ല. മനസ്സ് നിറഞ്ഞു കൊടുക്കേ. കാരണം അപരനിൽ ദൈവത്തെ കാണാനായി. അതുകൊണ്ടാണ് മറ്റുള്ളവരെ ദരിദ്രരെ സഹായിക്കുമ്പോൾ ആരെയാണ് ഞാൻ സഹായിക്കുന്നത്? എൻ്റെ ദൈവത്തെയാണ് സഹായിക്കുന്നത്. ദൈവത്തെ സഹായിക്കാനായിട്ട് പറ്റണം. മറ്റുള്ളവരിൽ ദൈവത്തെ കാണുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ സമ്പത്ത് ദൈവരാജ്യത്തിന് തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടോ? വേദനിക്കുന്നവൻ എൻ്റെ ഫ്രണ്ടിൽ വരുമ്പോൾ സന്തോഷത്തോടുകൂടി അവന് പങ്കുവയ്ക്കുവാനായിട്ട് സാധിക്കും. അതോ ഇത് നേടിയെടുക്കണം എന്നുള്ള ആർത്തിയിൽ ജീവിക്കുന്ന വ്യക്തിയാണോ ഞാൻ? ആണെങ്കിൽ അതിൽ നിന്ന് മാറുവാനായിട്ട് നമുക്ക് ലഭിക്കുന്നതിൻ്റെ പങ്ക് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് ഈ ഭൂമിയിൽ സന്തോഷത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, അങ്ങനെ നിത്യജീവൻ നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ ശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.